ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെന്നും ചിക്കൻ ബിരിയാണിയല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ചിക്കൻ ഹനീത്ത് ഒന്ന് ട്രൈ ചെയ്താലോ. ഇത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. ചിക്കനും അതെ വളരെ നല്ലൊരു ഫ്ലേവറാണ്. കാരണം ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് പൊടിക്കുന്ന മസാലയാണ് ചേർക്കുന്നത് ചിക്കനിലേക്ക്. അപ്പോൾ ചിക്കനിൽ നല്ല രുചിയാണ്. ആ ഫ്ലേവർ തന്നെ ആ റൈസിലേക്കും ഉണ്ടാവും. ആ റൈസിനും നല്ലൊരു ടേസ്റ്റാണ്. മന്തി ഉണ്ടാക്കുന്ന ഏകദേശം ഒരു രീതിയാണ്, പക്ഷെ മന്തി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. എന്നാൽ നല്ല ഫ്ലേവറുള്ള ഒരു റൈസാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു 7-8 ഗ്രാമ്പു. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഇതെല്ലാം കൂടി ഇട്ട്. അപ്പോൾ കുരുമുളക് എൻ്റെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിതൊന്ന് റോസ്റ്റായി കഴിഞ്ഞിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ശരിക്കും ഇതിലേക്ക് മുഴുവൻ കുരുമുളക് ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പം നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നല്ലോണം റോസ്റ്റായി കഴിയുമ്പം ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ആ മസാലയാണ് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനിടുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ കുരുമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ കുരുമുളക് ഇടുന്നതാണ് കുറച്ചുകൂടെ ആ ഒരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇത് റോസ്റ്റ് ആയി കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 900 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തൈയും ലെഗും കൂടെ ചേർന്ന് വരുന്ന രീതിയിലുള്ള പീസുണ്ടല്ലോ, അൽഫാം പീസ് പോലത്തെ, അത് നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പം മസാല ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടിച്ച് വെച്ച മസാല, ഈ 900 ഗ്രാം ഈ വലിയ ചിക്കന് ഈ പൊടിച്ച ഈ അളവ് കറക്റ്റാണ്. അപ്പം അത് ഫുൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ഒരു മുഴുവൻ നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് വേണം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 1 മണിക്കൂർ നിങ്ങളിതൊന്ന് മാറ്റി വെക്കണം ചിക്കനെ. അപ്പം ഈ മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ആ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ്. 1 മണിക്കൂർ കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നേരത്തെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ അതെടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതല്ല തലേന്ന് രാത്രി ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ചിക്കന്. ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അരി വെള്ളത്തിടാൻ പോകണേ. അരി ഒന്ന് കുതിർക്കാനിടണം. അപ്പം ഞാനിവിടെ ബിരിയാണി റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കപ്പ് ബിരിയാണി റൈസ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് മറ്റേ നമ്മുടെ സെല്ല ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. ബിരിയാണി റൈസിനേക്കാൾ ടേസ്റ്റ് സെല്ല ബസ്മതിക്കായിരുന്നു. നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന റൈസ്, ബിരിയാണി റൈസും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും കുറച്ചുകൂടി എനിക്ക് ഫ്ലേവർ കൂടുതൽ തോന്നിയത് സെല്ല റൈസിനാണ്. അപ്പോൾ സെല്ല റൈസ് ഉള്ളവർ അങ്ങനെ എടുത്തോ, അല്ല ബിരിയാണി റൈസ് ഉള്ളവർ ബിരിയാണി റൈസിലും ചെയ്തോ. ടേസ്റ്റൊക്കെ നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കം നമ്മൾ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ മന്തിയിൽ ചേർക്കുന്ന ഏകദേശം സെയിം തന്നെയാണ് നമ്മൾ ഇതിലും ചേർത്ത് കൊടുക്കുന്നത്, ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ. ഇതിൽ വേറെ നമ്മൾ എക്സ്ട്രാ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ യാതൊരു സാധനങ്ങളും ആഡ് ചെയ്യുന്നില്ല. തക്കാളി അങ്ങനത്തെ ഒന്നുമില്ല. ആകെ നമ്മളിതിൽ ചേർക്കുന്നത് ഈ ഉള്ളിയും ക്യാപ്സിക്കവും ഉള്ളൂ. പക്ഷേങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ അസാധ്യമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് തീരെ പറ്റില്ല വേണ്ടാന്നുള്ളവരാണെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ശരിയാവില്ല. അപ്പോൾ ഒന്നീ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്തോളുക. അങ്ങനെ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് ഇപ്പോൾ അരിഞ്ഞു വെച്ച സവാള, ക്യാപ്സിക്കം, പിന്നെ 1 ഉണക്ക നാരങ്ങ, ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഭയങ്കരമായിട്ട് അങ്ങ് വഴണ്ട് പോകുമൊന്നും വേണ്ട. അപ്പോൾ ഈ ഉണക്കനാരങ്ങ മസ്റ്റാണ് കേട്ടോ. ഈ ഉണക്കനാരങ്ങ ഇട്ടാലേ ആ റൈസിനൊരു ടേസ്റ്റ് വരുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഒന്നിന് പകരം ഒന്നെന്ന് പറയാം, പക്ഷേ ഉണക്കനാരങ്ങ ഇട്ടില്ലെങ്കിൽ ഈ റൈസിന് ആ ഫ്ലേവർ ശരിയാവില്ല. അപ്പോൾ ഉണക്കനാരങ്ങ മസ്റ്റാണ്. അതുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി തുടങ്ങാവൂ. ഇനി ഇതിലേക്ക് 2 മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ചെറിയ ക്യൂബ്സ് ആയിരുന്നു. ചെറുതാണെങ്കിൽ ഒരു 3 വരെ ചേർക്കാമെന്ന് എനിക്ക് തോന്നി. വലിയ ക്യൂബ്സ് ആണ് 2 ചേർത്താൽ മതി. 2 പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഇപ്പോൾ ചെറിയ ക്യൂബ്സ് ആണെങ്കിൽ ഒരു 3 വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഒരെണ്ണം കൂടെ ചേർക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ പിന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ നിങ്ങളോട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നേ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെ മുകളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം കുറച്ച് വലിയൊരു കുക്കർ എടുക്കാൻ. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ഇത് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് വലിയൊരു കുക്കറിൽ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് റൈസും ചിക്കനും എല്ലാം വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടും. കാരണം നമ്മളിത് റൈസ് ചിക്കൻ ആദ്യം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചിക്കൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. എന്നിട്ട് വേറെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മളിതിൽ റൈസ് വേവിച്ച് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് ദമ്മിടുന്നത്. അപ്പം അതിനുള്ള സ്പേസ് ഉള്ള പാത്രങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ എനിക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഈ കുക്കറിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ്റെ ആ ഒരു വെന്തപ്പം ഇറങ്ങി വന്ന ആ ഒരു ജ്യൂസ് ഇതിലേക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ ഈ മസാലയുടെ കുറച്ച് അതിലേക്ക് വീഴുന്നതും എല്ലാം കൂടെ ഒരു ടേസ്റ്റ് അതിൽ വരും. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ എനിക്ക് ഇത് 15 മിനിറ്റ് മതിയായിരുന്നു ഈ കുക്കറിൽ എനിക്ക് ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ. നമ്മൾ വിസിലൊന്നും ഇട്ടിട്ടില്ല. വിസിലിടാതെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ 15 മിനിറ്റ് വെച്ചത്. ലോ ടു മീഡിയം ഫ്ലെയിം. ഇനി ഞാൻ 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒന്ന് അളന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബിരിയാണി റൈസ് അല്ലേ, ഓൾറെഡി അത് കുതിർത്ത് വെച്ചതുമാണ്. അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചത് പച്ചവെള്ളം, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല കേട്ടോ. അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പിടുക. കാരണം നമ്മളിട്ട ചിക്കൻ ക്യൂബ്സിന് ഉപ്പുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പെങ്ങാനും കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉപ്പൊന്ന് കുറച്ചിടുക. പിന്നെ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പൊന്ന് നോക്കുക. പോരെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ വെള്ളം നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ ഈ ബാസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസ് ഇപ്പം വാലാൻ വെച്ചത് ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മതിയാവും. ഇതൊന്ന് 3/4 വേവായി കിട്ടാൻ ഒരു 3/4 വേവ് വെച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ചിക്കൻ വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി ഇടണം. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 വേവാവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഈ വേവിച്ച ചിക്കൻ എല്ലാം എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി വെന്തായതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. മസാല എല്ലാം അതിലൊന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഫുള്ളി ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവൻ ചിക്കനും നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിലെനിക്കിപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ശരിക്കും ഈ ചിക്കൻ എല്ലാം പെറുക്കി നമ്മൾ ആ കുക്കറിൽ റൈസിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കണം. പക്ഷേ എൻ്റെ ക്യാമറ ആ സമയം വർക്കിംഗ് അല്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പം ഇതിപ്പോൾ കണ്ടോ റൈസ് വെന്തിട്ടുണ്ട്. അപ്പം ചിക്കൻ 2 സെറ്റ് ചിക്കനും വെന്ത് കഴിഞ്ഞിട്ട് ഇത് റൈസിൻ്റെ പുറത്തേക്ക് വെക്കുന്ന ആ ഒരു വീഡിയോ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ എത്ര ചിക്കൻ ഉണ്ടോ അത് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ റൈസ് നമ്മൾ കുക്കർ തുറക്കുക, ഈ ചിക്കൻ എല്ലാം പെറുക്കി ആ റൈസിൻ്റെ മുകളിലേക്ക് നിരത്തി അങ്ങോട്ട് വെക്കുക, കുക്കർ അടയ്ക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്, കറക്റ്റ് ഒരു 10 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നല്ല കറക്റ്റ് നമ്മുടെ ചിക്കൻ ഹനീത്ത് റെഡിയാവും. അപ്പം ലാസ്റ്റ് ഈ ഒരു ഇതേ എനിക്ക് പറ്റുള്ളൂ. അത് ഇങ്ങനെ അങ്ങ് ചിക്കൻ നിരത്തി വെച്ചാൽ മതിയേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.